തലവര അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, രേവതി ശർമ്മ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇത് ജ്യോതിഷിന്റെ കഥയാണ്. ത്വക്കിന്റെ നിറവ്യത്യാസത്തിന്റെ പേരിൽ ആൾക്കാർ കളിയാക്കുന്ന ഒരു കഥാപാത്രമാണ്. സിനിമയോട് കടുത്ത സ്നേഹമുള്ള ഒരാളാണ്. പുള്ളിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, അയാളെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുടെയും ഒക്കെ കഥയാണ് തലവര പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, നമുക്ക് ഹൈലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, റൂട്ടഡ് ആയ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ നൽകുന്ന ഒരു സിനിമയാണ് തലവര. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പടം കാണാനുള്ള മെയിൻ കാരണം ഡയറക്ടർ കൂടിയായ മഹേഷ് നാരായണനും ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു. എന്തായാലും പുള്ളി വെറുതെ ഈ പടം ഏറ്റെടുക്കില്ല. ആ ഒരു വിശ്വാസം നിലനിർത്തി സിനിമയായിരുന്നു തലവര. നമുക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു സ്വപ്നമൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യണോ എന്ന് സംശയം തോന്നുന്ന, അങ്ങനെ സെൽഫ് ഡൗട്ട് ഉള്ള, കോൺഫിഡൻസ് കുറഞ്ഞ സാധാരണ മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊക്കെ ആ ഒരു സ്വഭാവം കുറച്ചുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വർക്കായി എന്ന് പറയാം. നല്ല സൗഹൃദത്തെ കുറിച്ചും സിനിമ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം കളിയാക്കലും സ്നേഹവും രണ്ടും രണ്ടാണ് എന്നത് തെളിയിച്ച് പറയുന്നുമുണ്ട്. അത് അനുഭവിച്ചവർക്കറിയാം. നമ്മുടെ കൂട്ടുകാരനല്ലേ, അവനെ കളിയാക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് കോമഡിയാണ്, അത് കൂളാണ് എന്ന് കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ കേൾക്കുന്നവർക്ക് അതായിരിക്കില്ല ഉള്ളിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ഇതിലുള്ള ഒരു പ്രണയവും ഒട്ടും ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആ ഒരു പാർട്ണർഷിപ്പ് ഭയങ്കര രസമായിട്ടാണ് പടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. റൊമാൻസ് മാത്രമല്ല, അതിനപ്പുറം നമ്മളെ ഇമോഷണലി ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ലൈഫിൽ വലിയൊരു ഭാഗ്യമാണെന്ന് പറയാം. അത് ഇവരുടെ ബന്ധത്തിലൂടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ പ്രമേയമായിട്ട് വരുന്ന സിനിമകൾ പലപ്പോഴും അത് പ്രേക്ഷകർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ട് പാളി പോകാറുണ്ട്. പക്ഷെ ഇതിൽ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം സിനിമയേക്കാൾ ആ ഒരു ക്യാരക്ടറിന് പ്രാധാന്യം കൊടുത്താണ് പടം പോകുന്നത്. അത്രയും ക്യാരക്ടർ ഡ്രിവൻ ആയതുകൊണ്ടാവാം. സോ സിനിമ ഒരു സ്വപ്നമായിട്ട് കാണുന്ന, അതിനോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള, പാഷനുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഒരുപാട് സീൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പടത്തിൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകും. അതുകൊണ്ട് പെർഫോമൻസ് പറയുകയാണെങ്കിൽ സുമതി വളവ് കണ്ടപ്പോഴുള്ള ഒരു സങ്കടം എനിക്ക് ഈ പടത്തിലെ അർജുൻ അശോകന്റെ പ്രകടനത്തിലൂടെ മാറി കിട്ടിയെന്ന് പറയാം. നന്നായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ കടന്നു പോകുന്ന എല്ലാ മാനസികാവസ്ഥയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പുള്ളി അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കൊണ്ട് ഡാർക്കായിട്ട് പോകേണ്ട ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ പിടിച്ചു കയറുന്നത് ഭയങ്കര നന്നായിട്ട് റിലേറ്റ് ചെയ്യുന്ന വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നായിക സന്ധ്യയായിട്ട് വന്ന രേവതി ശർമ്മയും കൊള്ളാം. ഞാൻ പുള്ളിക്കാരിയെ ലാസ്റ്റ് ഗരുഡൻ എന്ന് പറഞ്ഞ തമിഴ് പടത്തിലാണ് കണ്ടിട്ടുള്ളത്. അതിലും നന്നായിട്ടുണ്ടായിരുന്നു, ഇതിലും കൊള്ളാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനായിട്ട് വന്ന അശോകൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നല്ല രസം ഉണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആവേണ്ട ഒരു ഭാഗത്ത് പുള്ളി എന്ന് പറയുന്ന ഒരു ഡയലോഗ് സിനിമയിലൊക്കെ അങ്ങനെയാണെന്നാണ്. അത് ആ പറച്ചിലൂടെ തന്നെ ആ ക്ലീഷ അങ്ങ് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാനിങ്ങനെ കൊച്ചിലെ മുതലേ സംസാരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പഠിക്കുന്നതാണെങ്കിൽ പോലും ഇങ്ങനെ സിനിമയുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റി, ഇഷ്ടപ്പെടുകയും ചെയ്തു. അമ്മയായിട്ട് വന്ന ദേവദർശിനിയും കൊള്ളാം. പുള്ളിക്കാരി ലാസ്റ്റ് വന്ന മലയാളം പടം എനിക്ക് അത്രയ്ക്ക് സുഖമായിട്ട് തോന്നിയില്ല. അതിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൾച്ചറൽ ഡിഫറൻസ് ആക്ടിങ്ങിൽ ഉള്ളതാണ്. പുള്ളിക്കാരിക്ക് ആ ഒരു തമിഴ് ആക്ടിങ് സ്റ്റൈൽ ഇടയ്ക്ക് വളരെ വിസിബിൾ ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഫീൽ ചെയ്തില്ല. നന്നായിട്ട് തന്നെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു പെയിനും നിസ്സഹായ അവസ്ഥയും ഒക്കെ നന്നായിട്ട് നമ്മളുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഒരല്പം എക്സ്പ്രഷൻ കുറച്ചുകൂടി ലൈറ്റ് ആക്കാമായിരുന്നു എന്ന് തോന്നി. സ്റ്റിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു നടി തന്നെയാണ് ദേവദർശിനി. അവർ മലയാളത്തിൽ നല്ല റോള് കാണുന്ന ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ശരത് സഭ എടുത്തു പറയണം. പതിവായിട്ട് ചെയ്യുന്ന റോളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ റോളാണ്, ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു സീൻ ഉള്ളത് ഭയങ്കര റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അർജുന്റെ പെങ്ങളായിട്ട് വന്ന നടി ആതിര എന്നാണ് പേരെന്ന് തോന്നുന്നു. പുള്ളിക്കാരി നൈസായിരുന്നു. ഷെബിൻ ബെൻസൺ ഒരു ചെറിയ റോളിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിലെ നായകൻ, ആ ക്യാരക്ടറിന്റെ പേര് ജ്യോതിഷ് എന്നാണെന്ന്. അത് ഷെബിന്റെ ക്യാരക്ടർ വന്ന് വിളിക്കുമ്പോഴാണ്. ആ ഒരൊറ്റ കാര്യത്തിലൂടെ പടം അർജുന്റെ ക്യാരക്ടർ കടന്നു പോകുന്ന അവസ്ഥ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേരുടെ പേരെടുത്ത് തന്നെ പറയണം. ഡയറക്ടറായിട്ട് വന്ന സാം മോഹൻ, അശ്വത് ലാല്, അഭിരാം രാധാകൃഷ്ണൻ, ചന്തു സലിംകുമാർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അനിരുദ്ധ് അനീഷിന്റെ ക്യാമറയും രാഹുൽ രാധാകൃഷ്ണന്റെ എഡിറ്റിംഗും രണ്ടും നല്ലതാണ്. പിന്നെ ഇതൊരു മ്യൂസിക്കൽ ഫിലിമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിക്കലിയാണ് ഇതിന്റെ സംഗീതം. പാട്ട് കുറച്ച് കൂടുതലല്ലേ എന്ന് ചിലയിടത്ത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ സംവിധായകൻ തന്നെയാണ് ഇതിന്റെ കഥ. അതുപോലെ തിരക്കഥ സംവിധായകനും അതുപോലെ അപ്പു അസ്ലമും ചേർന്നാണ് നിർവഹിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ പടം മുഴുവൻ നെഗറ്റീവ് ആണോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊരു ഫീൽ വരുന്നുണ്ട്. എന്തൊരു തലവേരയാണ് ഈ കഥാപാത്രത്തിനെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യം മുതൽ ആ ക്യാരക്ടറുമായിട്ട് നമ്മളെ റിലേറ്റ് ചെയ്തത് നമ്മളാണെന്ന് വിചാരിച്ച് പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പുള്ളിക്ക് ഇതുപോലെ എന്താ പറയുക ഓരോ നെഗറ്റീവ് കാര്യങ്ങളും വരുന്നത്. അയ്യോ, അത് നമുക്കും പറ്റുന്ന ഒരു ഫീൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ലൈഫിന്റെ ഒരു റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ പടം ഇമോഷണലുമാണ്. ചില ആളുകൾക്ക് അത് കുറച്ച് പാടാണ്. അയ്യോ, കരഞ്ഞിപ്പടമാണ് എന്നൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ആകാശദൂത ടൈപ്പ് കരച്ചിലൊന്നും അല്ല കേട്ടോ. അതല്ല ഉദ്ദേശിക്കുന്നത്. അത് ചെറിയൊരു ഫീൽ, ഒരു ടച്ച് ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ. അതാണ്. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സ് ഒരു
ഫ്രഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് പടം ദേ ഇവിടെ തീർന്നു എന്ന് ഫീൽ ചെയ്യില്ല, എന്തോ കുറച്ചുകൂടി പറയാനില്ലേ, ഉണ്ടായിരുന്നില്ലേ എന്നൊരു നമുക്ക് ഫീൽ വരും. പക്ഷെ അത് കറക്റ്റ് ആണ്. അതാണ് ആ ക്ലൈമാക്സിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയാം. സോ മൊത്തത്തിൽ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് തലവര. മാസ്റ്റർ പീസ് എന്നോ അതിഗംഭീരം എന്നൊന്നോ അങ്ങനെയല്ല, പക്ഷെ ഒരു നല്ല കൊച്ചു ചിത്രമാണ്. കുടുംബ പ്രേക്ഷകർക്കും അല്ലാത്തവർക്കും ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വളരെ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പടം കണ്ടിറങ്ങിയത്. ഇനി ഞാനിതിന് പോസിറ്റീവ് പറഞ്ഞു, അതുകൊണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞ് കുറച്ച് പേര് കമന്റ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് സംശയമുണ്ടെങ്കിൽ കോട്ടയത്ത് വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ DM ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് എന്റെ ബാങ്ക് ബാലൻസ്, എന്റെ പേഴ്സിലുള്ള പൈസ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഈ പടത്തിന്റെ അണിയറക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമക്കാരുമായിട്ടോ ഒരു ബന്ധവുമില്ല. ഒരു നല്ല പടം കണ്ടാൽ നല്ലതാണെന്ന് പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും, അത്രേ ഉള്ളൂ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഇത് വിജയിക്കണമെന്നൊരു ആത്മാർത്ഥമായിട്ടൊരു ഫീല് തോന്നിയത് കൊണ്ടുമാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മാത്രം. പിന്നെ ഇത് എന്തുമാത്രം ഹിറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള ചില റീസെന്റ് ആയിട്ടുള്ള പടം കുടുംബ ചിത്രമാണെന്ന് പറഞ്ഞു പോയിട്ട് തിയേറ്റർ ആൾക്കാരൊക്കെ നിറഞ്ഞു കാണുന്നത് ഞാൻ കണ്ടു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടമൊക്കെ പൊളിയാണ്. എന്തായാലും ഡയറക്ടർക്ക് നല്ലൊരു സിനിമ ചെയ്തു എന്നൊരു ആത്മസംതൃപ്തി തോന്നുന്ന ഒരു ചിത്രമാണ്. അതാണ് പടത്തിന്റെ വിജയം. 2 മണിക്കൂർ 1 മിനിറ്റ് മാത്രമേ പടത്തിന് ദൈർഘ്യമുള്ളൂ. ഞാൻ ഈ പടം കണ്ടത് കോട്ടയം ആനന്ദ് തിയേറ്ററിലാണ്. 18+ ഒന്നുമല്ല, കുട്ടികൾക്കും കുടുംബത്തിനും ധൈര്യമായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാൽ